നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. നിയമസഭാ തെരഞ്ഞെടുപ്പ് UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയാണ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഇരിങ്ങാലക്കുട RTO K. നാസർ മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ ആൻഡോ പെരുമ്പള്ളി, സതീഷ് വിമലൻ, കാട്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷാറ്റോ കുര്യൻ എന്നിവരും സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടനൊപ്പമുണ്ടായിരുന്നു. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ചിന്ത ധർമ്മരാജൻ, KPCC ജനറൽ സെക്രട്ടറി സോണിയ ഗിരി, ഇരിങ്ങാലക്കുട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത്, കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ്, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് KA റിയാസുദ്ദീൻ, CMP ഏരിയ സെക്രട്ടറി PB മനോജ് എന്നിവരും സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടനെ അനുഗമിച്ചിരുന്നു. ഇരിങ്ങാലക്കുടയിലെ 223 ബൂത്തിലും വളരെ ഭംഗിയായിട്ട് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞിരിക്കും. മണ്ഡലം സമ്മേളനങ്ങളൊക്കെ ഇന്നത്തോടെ പൂർത്തിയാക്കും. നിയോജകമണ്ഡല സമ്മേളനം ഇന്നലെ കഴിഞ്ഞു. അതുപോലെ റോഡ് ഷോ നടത്തി. പല പ്രദേശങ്ങളിലും ഉജ്ജ്വലങ്ങളാകുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എല്ലാവരും വളരെ സജീവമാണ്. ഈ സന്ദർഭത്തിൽ ആളുകൾ എല്ലാവരും ഒരേ ഭാഷത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്: ഇടതുപക്ഷ ഭരണത്തിന് ഒരു അവസാനം കുറിക്കും. വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് രൂപീകരിക്കാനായിട്ട് കഴിയും. പിറകോട്ട് പോയ കേരളത്തിൻ്റെ അവസ്ഥയെ മുന്നോട്ട് നയിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കഴിയും. കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിൽ രൂപീകൃതമായി. കേരളം ഇന്നുവരെ കാണാത്ത തരത്തിലുള്ള ഒരു വലിയ വികസനമായിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നത്. ആ കൂട്ടത്തിൽ ഇരിങ്ങാലക്കുടയിൽ നിന്നുള്ള ഐക്യ ജനാധിപത്യ മുന്നണി പ്രതിനിധി ഉണ്ടാകും എന്ന നിലയിൽ തന്നെ എല്ലാ ആളുകളും പറയുകയാണ്. ഇത് പ്രിയപ്പെട്ട ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കരോ പ്രവർത്തകരോ മാത്രമല്ല, സാധാരണക്കാരെ ആളുകൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് NDA സ്ഥാനാർത്ഥി സന്തോഷ് ചേറാക്കുളത്തിന്റെ ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുനിസിപ്പൽ ടൗൺ ഹാളിൽ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. BJP തൃശൂർ സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട അധ്യക്ഷത വഹിച്ച കൺവെൻഷനിൽ ജില്ലാ പ്രഭാരി MA വിനോദ്, അഡ്വക്കേറ്റ് MS അനിൽകുമാർ, നിയോജക മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ്, BDJS നിയോജക മണ്ഡലം പ്രസിഡന്റ് AR ജയചന്ദ്രൻ, 2020 നിയോജക മണ്ഡലം പ്രസിഡന്റ് സുനിൽ ചെറടായി, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് ലോചനൻ അമ്പാട്ട്, PK പ്രസന്നൻ, ഷൈജു കുറ്റിക്കാട്ട്, റീമ പ്രകാശ്, കവിത ബിജു, PS സുബീഷ് എന്നിവർ പ്രസംഗിച്ചു. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞത് കേരളത്തിൽ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാകണമെന്നാണ്. ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ നമ്മുടെ രാജ്യത്തുണ്ടാകണമെന്നാണ് ശ്രീമാൻ നരേന്ദ്രമോദി ആഗ്രഹം പ്രകടിപ്പിച്ചത്. അതിന് അടിസ്ഥാനപരമായ കാരണം കേരളത്തിലെ ഭരണവർഗ മുന്നണികൾ, ജനവിരുദ്ധ മുന്നണികൾ, ആ ജനവിരുദ്ധ മുന്നണികൾക്കെതിരായി ഒരു ജനകീയമായ ബദൽ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. കേരളപ്പിറവിക്ക് ശേഷം മാറി മാറി ഭരണം നടത്തിയ ഈ ഭരണവർഗ മുന്നണികൾ, ഈ ജനവിരുദ്ധ മുന്നണികൾ, ജനങ്ങൾക്കെതിരായ മുന്നണികൾക്കെതിരായി ഒരു ജനകീയമായ ബദൽ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയാണ് നാം ദേശീയ ജനാധിപത്യ സഖ്യത്തെ വിപുലപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങളോട് എനിക്ക് സന്തോഷപൂർവ്വം ഈ സമ്മേളനത്തിൽ പങ്കുവെക്കാൻ കഴിയും. കഴിഞ്ഞ 2 മാസങ്ങൾക്കുള്ളിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തോടൊപ്പം കേരളത്തിലെ വലുതും ചെറുതുമായ ഏതാണ്ട് 16ഓളം പാർട്ടികൾ ഇന്ന് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഭാഗമാണ്. ആ 16 പാർട്ടികൾ എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ ആളുകൾ, പാവപ്പെട്ട ആളുകൾ, അവരെ ഉൾക്കൊള്ളുന്ന വിവിധങ്ങളായ ചെറുതും വലുതുമായ പാർട്ടികൾ. ആ ചെറുതും വലുതുമായ പാർട്ടികൾ
ഇന്ന് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ല കേന്ദ്രീകൃതമായി കേരളത്തിലെമ്പാടും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, കേരളത്തിൽ ഏതാണ്ട് 4ഓളം പഞ്ചായത്തുകൾ ഭരിക്കുന്ന 2020 എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം, അത് കേരളത്തിലെ ഭരണവർഗ മുന്നണികൾക്കെതിരായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഒറ്റയ്ക്ക് നിന്ന് 4 പഞ്ചായത്തുകൾ നേടിയ പാർട്ടിയാണ്. ആ 2020 ഇപ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ്. പ്രിയമുള്ളവരെ, ഒന്നായ കേരള കോൺഗ്രസ്, ആ ഒന്നായ കേരള കോൺഗ്രസിൻ്റെ ചെയർമാനും ഏതാണ്ട് 3 വർഷം 3 ടൈം MLAയും 2 പ്രാവശ്യം MP-യുമായിരുന്ന ശ്രീമാൻ മാത്യു സ്റ്റീഫൻ നേതൃത്വം കൊടുക്കുന്ന കർഷക പാർട്ടി ഇടുക്കിയിലും കോട്ടയത്തും പത്തനംതിട്ടയിലും കാർഷിക മേഖലയിലും ക്രൈസ്തവ മേഖലകളിലുമൊക്കെ വലിയ ജനസ്വാധീനമുള്ള കർഷക പാർട്ടി നമ്മളോടൊപ്പമാണ്. അദ്ദേഹത്തോടൊപ്പം അങ്കമാലിയിലും കോതമംഗലത്തുമൊക്കെ MLA ആയിരുന്ന ശ്രീമാൻ MB മാണി ഏതാണ്ട് 5 പ്രാവശ്യം കേരളത്തിൻ്റെ നിയമസഭയിൽ MLA ആയി ഒരു ഘട്ടത്തിൽ ചീഫ് വിപ്പായിരുന്ന ബഹുമാനായ ശ്രീമാൻ AV താമരാക്ഷൻ നേതൃത്വം കൊടുക്കുന്ന JSS നമ്മുടെ കൂടിയാണ്. ലെജൻഡ്സ് ഓഫ് ഇരിങ്ങാലക്കുടയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഇന്നസെന്റ് സ്മൃതി സംഗമം മാർച്ച് 26-ന് സംഘടിപ്പിക്കുമെന്ന് പ്രസിഡന്റ് ലിയോ താനിശ്ശേരിക്കാരൻ, ജനറൽ കൺവീനർ ഷാജൻ ചക്കാലക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 26-ന് വൈകിട്ട് 6-ന് ഇരിങ്ങാലക്കുട ലയൺസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിക്കുന്ന സ്മൃതി സംഗമം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ 3ാമത് ഇന്നസെന്റ് സ്മാരക പുരസ്കാരം ഹരിശ്രീ അശോകന് സമ്മാനിക്കും. ജോയിന്റ് കൺവീനർമാരായ മയൂഫ് KH, ഷിബു ബദറുദ്ദീൻ, സെക്രട്ടറി ലൈജു വർഗീസ്, ട്രഷറർ ബിബിൻ രവി, നിർവാഹക സമിതി അംഗങ്ങളായ സൈഗൺ തയ്യിൽ, നീതീഷ് കാട്ടിൽ, സെന്തിൽ കുമാർ MV, ഷിബിൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. പ്രിയമുള്ളവരെ, ലെജൻഡ്സ് ഓഫ് ഇരിങ്ങാലക്കുട 3ാമത് തവണയാണ് ഇന്നസെന്റ് സ്മാരക പുരസ്കാരം സമ്മാനിക്കാൻ പോകുന്നത്. ഇന്നസെന്റ് സ്മൃതി സംഗമം എന്ന അദ്ദേഹം നമ്മോട് വിട പറഞ്ഞ ദിവസം മാർച്ച് 26-ാം തീയതിയാണ് ഈ പരിപാടി ലെജൻഡ്സ് ഓഫ് ഇരിങ്ങാലക്കുട സംഘടിപ്പിക്കുന്നത്. ഈ മാർച്ച് 26-ന് 3ാമത് അവാർഡ് സിനിമാ മേഖലയുമായി അഭിനേതാവായിട്ടുള്ള വളരെ കാലങ്ങളായി ഞാനും നിങ്ങളും ഏറെ ഇഷ്ടപ്പെടുന്ന പ്രിയങ്കരനായ ഹരിശ്രീ അശോകനാണ് 3ാമത് അവാർഡ് സമ്മാനിക്കുന്നത്. ഇരിങ്ങാലക്കുട ലയൺസ് ഹാളിലാണ് ഇന്നസെന്റ് സ്മൃതി സംഗമം സംഘടിപ്പിക്കുന്നത്. ഹരിശ്രീ അശോകന് ഇന്നസെന്റ് സ്മാരക പുരസ്കാരം സമ്മാനിക്കുന്നത് നമ്മുടെ പ്രിയങ്കരിയായ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു ആണ് ഈ പുരസ്കാരം സമ്മാനിക്കുക. അധ്യക്ഷത വഹിക്കുന്നത് ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർമാൻ MP ജാക്സൺ ആണ്. മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് നമ്മുടെ മുൻ ഗവൺമെന്റ് ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടനാണ്. അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് J. ചിറ്റിലപ്പള്ളിയാണ്. അനുസ്മരണ പ്രഭാഷണങ്ങൾ നമ്മുടെ പ്രിയങ്കരരായ ചിന്ത ധർമ്മരാജൻ, ജോസഫ് ചാക്കോ, PV ശിവകുമാർ എന്നിവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തും. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ സീനിയർ പാരിഷണേഴ്സ് അസോസിയേഷൻ വാർഷികാഘോഷ പരിപാടികൾ കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് കോമ്പാറ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കത്തീഡ്രൽ ട്രസ്റ്റി സാബു ജോർജ് ആശംസകൾ നേർന്നു. തോമസ് പള്ളിപ്പാട്ട് സ്വാഗതവും സോഫിയ ഇട്ടിയര നന്ദിയും പറഞ്ഞു.
5 കല്ലിൻ്റെ കമല് വേണമെന്ന് ചോദിക്കുന്ന പോലെയാണ്. 3 കല്ലിൻ്റെ അടുപ്പ് വേണോ, 4 കല്ലിൻ്റെ അടുപ്പ് വേണോ, 7 കല്ലിൻ്റെ അടുപ്പ് വേണോ, അതോ റോക്കറ്റ് അടുപ്പ് വേണോ, ഇങ്ങനെ. പക്ഷേ ഈ പുതിയ തലമുറയ്ക്ക് ഈ വിറകടുപ്പിൽ പാചകം ചെയ്തൊന്നും തിന്ന് ശീലമുണ്ടാവില്ല. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.